സർ, നീറ്റുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തിൽ മമ്മൂട്ടി മുതൽ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ വരെ, അതായത് ഒട്ടുമിക്ക ദക്ഷിണേന്ത്യൻ സെലിബ്രിറ്റികളും വളരെ വലിയ രീതിയിൽ വികാരപരമായ പ്രതിഷേധങ്ങളും അത്തരത്തിലുള്ള കുറിപ്പുകളുമാണ് രേഖപ്പെടുത്തുന്നത്. അതിനിടയിൽ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, വേടനെ പോലെ റഹീമിനെ പോലെയുള്ള ചിലരുണ്ട്. ഇവർ ഏത് രീതിയിലാണ് ഈ വിഷയത്തെ പ്രതിഷേധിക്കുന്നത് എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഒപ്പം ഇവരുടെ ഇത്തരം പ്രതിഷേധങ്ങളെ, അല്ലെങ്കിൽ വേടനും റഹീമിനുമൊക്കെ നീറ്റ് പ്രതിഷേധത്തിൽ എന്താണ് കാര്യം? അല്ല, ഈ വേടനോട് ആരെങ്കിലും ചോദിച്ചോ ഡൽഹിയില് എന്തിനു വേണ്ടിയാണ് സമരം നടത്തുന്നത്? വേടൻ എന്തറിയാൻ? നീറ്റ് എന്ന് പറഞ്ഞാൽ എന്തറിയാം? UGC എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം? നെറ്റ് എന്ന് പറഞ്ഞാൽ വേടന് വല്ലതും അറിയാം? വേടന് ഇവിടെ ചില വേഷഭൂഷാദികളോടുകൂടി വന്ന് ഇവിടുത്തെ കുറച്ച് ലോക കവലച്ചട്ടമ്പികളായിട്ടുള്ള SFIക്കാരുടെയും DYFIക്കാരുടെയും പിന്തുണയോടുകൂടി ചേർന്ന് കുറെ കോപ്രായം കാണിക്കുന്ന ഒരാൾ മാത്രമാണ്. അയാൾക്ക് അത്ര അക്കാഡമിക് നിലവാരമൊന്നും ഞാൻ കാണുന്നില്ല. ഈ അവിടെ പിള്ളേർ നടത്തിയ സമരം എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയിലെ ചില ക്രമക്കേടുകളാണ്. അതും വളരെ വൈകി. കള്ളം കയറിയതിന്റെ 7-ാം പക്കമാണോ പട്ടി കുറയ്ക്കുന്നത്? അതാണ് അവിടെ ഡൽഹിയിൽ നടന്നത്. അത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇവർക്ക് അതിനെപ്പറ്റി എന്തറിയാം? പിന്നെ റഹീം എന്ന് പറയുന്ന ആ മഹാനായ DYFIയുടെ ആഗോള നേതാവാണ്. ആ ആഗോള നേതാവ് അപ്പൂപ്പനായി, എന്നിട്ടും DYFIയുടെ ആഗോള നേതാവായിട്ട് ചമഞ്ഞ് നടക്കുകയാണ്. അദ്ദേഹം യാതൊരു ഉളുപ്പുമില്ലാത്ത ആളാണ്. എന്തിനെ കുറിച്ച് സംസാരിക്കാനും ഏതിലും ഇടപെടാനും അദ്ദേഹം ഇംഗ്ലീഷിലെ സംസാരിക്കുകയുള്ളൂ. ഓക്സ്ഫോർഡ് സർവകലാശാല അദ്ദേഹത്തെ പ്രത്യേകം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ വെക്കാബുലറി ഒക്കെ അവർക്ക് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമാണ്. പ്രത്യേകം ചിലപ്പോൾ ഇവിടുന്ന് ഒരു സ്പെസിഫിൻ ആയിട്ട് ചിലപ്പോൾ അങ്ങ് കൊണ്ടുപോയി എന്ന് വരാം. അപ്പൊ മലയാളികൾക്ക് ഒരുപാട് അഭിമാനിക്കുകയും ചെയ്യാം. കാരണം DYFIയുടെ ഇനി ചുമതലയൊക്കെ ഒഴിയാനായിട്ട് ഇനി അധികകാലമൊന്നും വേണ്ടി വരില്ല. കാരണം DYFI ഒക്കെ ഇല്ലാതായി തീർന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ കുറെ സിനിമാക്കാരും ഒക്കെ ഇതിന് പിന്തുണയുമായിട്ട് ഡൽഹിയിലും തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ കിടന്ന് കറങ്ങുകയുണ്ടായി. ഈ സിനിമാക്കാരെ അവരുടെ സംഘടനയ്ക്കകത്ത ഒരു പ്രശ്നമുണ്ടല്ലോ, AMMA. നിങ്ങളൊക്കെ ചിലപ്പോൾ അമ്മ എന്ന് പറയും. ഈ AMMA എന്ന് പറയുമ്പോൾ എല്ലാവരും ശരിക്കും അമ്മ എന്നൊക്കെ, അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. കാരണം അത് അമ്മ എന്നുള്ള ആ ഒരു വാക്കിനും ആ ഒരു സ്ഥാനത്തിനും അപമാനം ഉണ്ടാക്കുന്നവരാണ്. പണ്ട് സുമാർ അഴീക്കോട് പറഞ്ഞ പോലെ ഈ മലയാള സിനിമാക്കാർക്ക് അമ്മയുണ്ട്, പക്ഷെ അച്ഛനില്ലാത്ത ഒരു കുറവുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞ തന്തയില്ലാത്തവന്മാർ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് ഞാനല്ല പറഞ്ഞത്, സുകുമാർ അഴീക്കോടാ പറഞ്ഞത്. ഇനി എന്തായാലും അഴീക്കോട് മാഷിനെതിരെ കേസിന് പോകത്തില്ല. അഴീക്കോട് മാഷ് ഇവിടെ നിന്ന് പോയിട്ട് കാലം കുറയായി. അവസാനം നമുക്കറിയാം, മോഹൻലാലുമായിട്ട് വരെ ഇതിന് പേരിൽ വലിയ കലഹം വരെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ സിനിമാക്കാരുടെ തൊഴിൽ ചെയ്യുക, അല്ലാതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടരുത്. മമ്മൂട്ടി പോലും വലിയ പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. മമ്മൂട്ടിക്ക് അക്കാഡമിക് നിലവാരമുള്ള ആളല്ലേ, അദ്ദേഹം അത് മനസ്സിലാക്കണ്ടേ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്നുള്ളത്. എന്നിട്ട് ഇവിടെ ഈ വേടനെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് വേടന്റെ യോഗ്യത? ഒരു കാലത്ത് നമ്മൾ കണ്ടതാണ്, വേടൻ കുറെ CPMന്റെ സ്റ്റേജുകളിലൊക്കെ വന്ന് ആടാനും പാടാനും തുടങ്ങി. ഈ ചെറുപ്പക്കാരെല്ലാം കൂടെ ആടി പാടി തിമിർത്ത് വരികയൊക്കെ ചെയ്തു. ഉടനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ വരെ ഈ വേടന്റെ കവിത, എന്താ വരികളാണിത്? ഇതൊക്കെ ഇത് കടലിന്റെ അമ്മ എന്നെ കണ്ടു, എന്റെ അമ്മ ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞുള്ള വരികളാണ്. ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് എഴുത്തച്ഛനും കുമാരനാശാനും വൈലോപ്പിള്ളിയും ഇടശ്ശേരിയും ഒക്കെയാണ് പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ. അല്ലാതെ ഈ വേടനെ പോലുള്ള ഈ നിരക്ഷര കുക്ഷിയുടെ ഒന്നും കവിതയല്ല. ഇപ്പം ചോദിക്കും, പള്ളിക്കൂടത്തിൽ പോയാലേ കവിത എഴുതാം. വൈക്കം മുഹമ്മദ് ബഷീർ എവിടെ വരെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ബഷീറിന് ഒരു കൃതിയെങ്കിലും പഠിക്കാത്ത ഒരാൾക്ക് കേരള സർവകലാശാലയിൽ നിന്നോ കോഴിക്കോട് സർവകലാശാലയിൽ നിന്നോ ബിരുദം എടുക്കാൻ കഴിയുമോ? ഈ സർവകലാശാലകളൊക്കെ തന്നെ ബഷീറിന് D.Litt ബിരുദം വരെ നൽകിയതാണ്. പക്ഷെ ഈ വേടൻ എന്നൊക്കെ പറയുന്നത് ഈ CPM ഏറ്റെടുത്ത് കൊണ്ടു നടക്കുന്ന അവരുടെ ഒരു ആഘോഷത്തിൽ പങ്കുചേർന്ന് 10 വോട്ടിന് വേണ്ടി കൊണ്ടിറക്കിയത് മാത്രമാണ്. ഒരു കാലത്ത് നമുക്കറിയാം CPM ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് പുരോഗമന കലാ സാഹിത്യ സംഘമാണ്. അതായത് പുകാസ എന്ന് പറയും. അതിനകത്ത് ഉണ്ടായിരുന്നത് തലയ്ക്കകത്ത് ആൾതാമസമുള്ളവരായിരുന്നു.
അവര് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, അത് ചർച്ച ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയായിരുന്നു. ഇപ്പോൾ CPM-ന്റെ ഈ സാംസ്കാരിക വേദി എന്ന് പറയുന്നത് ഈ വേടനെ പോലുള്ള ആൾക്കാരാണ്. ഈ വേടനോട് ആരും ചോദിച്ചിട്ടില്ല. അവിടെ കൂടിയ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കാനായിട്ട് തയ്യാറെടുത്തോ, എന്തിനു വേണ്ടിയാണ് ഡൽഹിയിൽ ഈ കുട്ടികൾ സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേടൻ ബബ്ബ അടിക്കുമായിരുന്നു. ഈ രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന ഒരു അവതാരമുണ്ടല്ലോ, അവതാരകയാണല്ലോ അല്ലെ, അത് അവതാരക മാത്രമാണ്. മറ്റു തരത്തിൽ എന്താ സെലിബ്രിറ്റി ആയിട്ടൊന്നും എനിക്ക് വലുതായിട്ട് തോന്നിയില്ല. ടെലിവിഷനിൽ വന്നിരുന്ന എന്തെങ്കിലും ഒരു 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 ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ആമുഖം കൊടുത്തു കഴിഞ്ഞാൽ സെലിബ്രിറ്റി ആയിട്ട് ഞാൻ കാണുന്നൊന്നുമില്ല. ആ രഞ്ജിനി ഹരിദാസ് വാദോരാതങ്ങ് ഇതിനെതിരെ അങ്ങ് പ്രസംഗിക്കുകയായിരുന്നല്ലോ ചെയ്തത്. ഇതൊക്കെ എന്ത് കാര്യത്തിനാണ് ഇത് മാധ്യമങ്ങള് ഇത് ബൂസ്റ്റ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ വേടനെ പോലെയുള്ളവരെ അവഗണിക്കുകയാണ് വേണ്ടത്. കോഴിക്കോട് സർവകലാശാലയിൽ അവസാനം എന്ത് പറ്റി? സിലബസിൽ നിന്നൊക്കെ പുറത്താക്കി കളഞ്ഞില്ലേ? അല്ലാതെ ഈ വേടനെ പോലുള്ളവരുടെ കവിത പഠിച്ചു കഴിഞ്ഞാൽ വരും തലമുറയെ കൂടെ വഷളാക്കുകയാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. എന്തിന്? പുതിയ കവിതകളൊന്നും വേണ്ട, പഴയത് തന്നെ അവർ പഠിച്ചോളും. വേടനെ CPM ഒരുപക്ഷെ ഈ 2026-ലും CPM കേരളത്തിൽ അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ വേടനെ ആസ്ഥാന കവിയായിട്ട് പ്രഖ്യാപിക്കുമായിരുന്നു. ഇവരറിയാമോ? വേടന് ഏതെങ്കിലും സംഗീത നാടക അക്കാദമിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും സാരിക സ്ഥാപനത്തിന്റെ അമരത്ത് കൊണ്ടുവന്ന് ഇരുത്തുക വരെ ചെയ്യുമായിരുന്നു. നമുക്കറിയാം, ഈ ചില വെടിപൊട്ടിക്കുന്ന രീതിയിൽ മൈക്കിന്റെ മുമ്പിൽ ഒന്ന് കവിത ചൊല്ലിയവരൊക്കെ ഇവിടുത്തെ കേരളത്തിന്റെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തിരുന്നത് കൃത്യമായിട്ട് നമുക്കറിയാം. ആ കവിതയുടെയൊക്കെ ലൈഫ് വളരെ അധികകാലം നിന്നിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ വിചാരം ഇങ്ങനെ നീട്ടി അങ്ങ് നല്ല സ്വരമാധുര്യത്തോടുകൂടി കവിത ചൊല്ലിയാൽ അത് കവിതയാകുമെന്ന്. അതിനകത്തല്ല, വാക്കുകളിലെ അർത്ഥമുണ്ടായിരിക്കണം. ഇതാണ് ഞങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ. അത് വേടന്റെ എത്ര കവിതകളിലുണ്ട്? നമ്മൾ വെല്ലുവിളിക്കാം. വേടന്റെ കവിത എന്ന് പറയാം, അത് കവിതയല്ല. വേടന് ഒരു പ്രത്യേക ജീവിത സാഹചര്യം ഒക്കെ ഉണ്ടാകാം, അതിൽ നിന്ന് കവിത ഉണ്ടാകും. പക്ഷേ ഇത് അത്തരത്തിൽ വന്നിട്ടുള്ളതെല്ലാം തന്നെ ഭോഷായിട്ടുള്ളതാണ്. എന്നിട്ട് ആ ഒരു പേര് പറഞ്ഞല്ലേ ഇപ്പോൾ ഈ സാംസ്കാരിക അമരത്ത് നിൽക്കുന്നവരാണ് എന്ന് കാണിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെയാണ് ഇവരുടെയൊക്കെ നീക്കം. എന്നിട്ട് വേടൻ അവിടെ എറണാകുളത്തോ കൊച്ചിയിലോ കോഴിക്കോടോ കണ്ടുള്ള ഒരു വേദിയിലായിരുന്നല്ലോ ഐക്യദാർഢ്യം. എന്നിട്ട് അതിനകത്ത് ഏതോ ഒരു വരി കവിതയൊക്കെ ഇങ്ങനെ, കവിത എന്ന് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ചായക്കടക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് മോദി അവഹേളിക്കുന്നുണ്ട്. എന്ത് യോഗ്യതയുണ്ട് ഈ വേടന് നരേന്ദ്രമോദിയെ പറ്റി ഇങ്ങനെ പറയാൻ? നരേന്ദ്രമോദി ഇന്ന് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് ഈ വേടനെ പോലുള്ളവർ പത്രം വായിക്കണം. പത്രം വായിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അതിന് പത്രം വായിക്കണമെങ്കിൽ അക്ഷരാഭ്യാസം ഉണ്ടാകണ്ടേ? അല്ലെങ്കിൽ അക്ഷരാഭ്യാസം ഉള്ളവരെങ്കിലും വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. വലിയ കുറെ പാർട്ടികളിലൂടെ വന്ന് കുറെ പണസമ്പാദനം ഒക്കെ നടത്തിയിട്ടില്ലേ? അപ്പൊ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ കൂടെ വെക്ക്. അപ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് പത്രം വായിച്ചു കൊടുക്ക. അപ്പം ഒന്ന് നോക്കുക, ലോകത്ത് നരേന്ദ്രമോദിയിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് ലോകം, കാത്തിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ വാർ നടന്നപ്പോൾ അവിടെ മോദി എന്താണ് പറയുന്നത് എന്നാണ് കാത്തിരുന്നത്, അറിയാമോ? അതുപോലെ എല്ലാ കാര്യത്തിലും ഈ ഇറാൻ അമേരിക്ക വിഷയത്തിൽ പോലും ഒക്കെ തന്നെ ട്രംപ് പോലും നരേന്ദ്രമോദിയുടെ മുമ്പിൽ വണങ്ങി നിൽക്കുകയല്ലേ. ഒരു കാലത്ത് നമുക്കറിയാം അമേരിക്കയിലേക്ക് വിസ നിഷേധിച്ചിരുന്നതല്ലേ നരേന്ദ്രമോദിക്ക്. ഇപ്പോൾ കാത്തു നിൽക്കുകയാണ് നരേന്ദ്രമോദിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ. ആ നരേന്ദ്രമോദിയെതിരെയാണ് വേടൻ വളരെ മോശമായി പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ ഈ വേടനും ഏറെ ഇവിടെ കേരളത്തിൽ നിന്ന് MP ആയിട്ട് രാജ്യസഭയിലേക്ക് പോകുമ്പോൾ ആദ്യം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ എന്റെ പ്രവർത്തനം മുഴുവൻ ഡൽഹിയിലാണ്, ഡൽഹിയിൽ ചെന്നിട്ട് ഞാൻ വിറപ്പിക്കും, മോദിയെ ഞാൻ പുറത്താക്കുമെന്ന്. ഒരൽപ്പന്റെ വർത്തമാനമല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പല്ലിയുടെ വിചാരം അതാണ് ഈ ഉത്തരം താങ്ങുന്നതെന്നാണ് എന്ന് പറഞ്ഞതുപോലെയുള്ളൂ. അപ്പൊ ഈ വേടനെ പോലുള്ളവർക്ക്, ഈ വേടനും ഇവരൊക്കെ തന്നെ, വേടൻ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹിയായി മാറുകയാണ് ചെയ്യുന്നത്. ഒരു പ്രധാനമന്ത്രിയെ വളരെ മ്ലേച്ഛമായ രീതിയിൽ അവഹേളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. എന്തായാലും മാധ്യമ പ്രവർത്തകർ ഈ വേടൻ എന്ന് പറയുന്ന സാധനത്തിനെ കാണുമ്പോൾ ചോദിക്കണം, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടന്നത് എന്ന് ചോദിച്ചാൽ അറിയാം,
വേടൻ എത്രത്തോളം ഇക്കാര്യത്തിൽ വിവരമുണ്ട് എന്നുള്ളത്. എന്തായാലും ഇവരെയൊക്കെ അവഗണിക്കുകയായിരിക്കും നമ്മൾക്ക് നല്ലത്. സമയമായില്ലേ? യെസ്, എന്തായാലും ഏറ്റവും ഒടുവിൽ സാർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഇവരുടെ ഇത്തരം ഈ പ്രസ്താവനകളെ അല്ലെങ്കിൽ ഇവരുടെ ഇത്തരം നീക്കങ്ങളെയൊക്കെ അവഗണിക്കുക എന്നുള്ളത് തന്നെയാണ് വേടനെയും വേടനെ ചുറ്റിപ്പറ്റിയുള്ള ചിലരും അല്ലെങ്കിൽ വേടനെ പോലെയുള്ള ചിലരും ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് BJPക്കെതിരെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും കൃത്യമായി രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് നീറ്റ് എക്സാമിൽ എന്ത് സംഭവിച്ചു, ചോദ്യപേപ്പർ ചോർച്ച എന്തടിസ്ഥാനത്തിലാണ്, ആ വാർത്ത എങ്ങനെ വന്നു, എന്താണ് നിജസ്ഥിതി എന്നുള്ളത് പോലും ഇക്കൂട്ടർ അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നത് തന്നെയാവണം ഉത്തരം. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.